ഇന്നത്തെ 40 മിനിറ്റുള്ള മെഗാ എപ്പിസോഡാണ്. നിങ്ങൾ തന്നെ കണ്ടു വിലയിരുത്തുക. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്ന കൺമണിയും കൂട്ടിക്കൊണ്ട് കൺമണിയെ ജയിലിൽ നിന്ന് ഇറക്കി വരുൺ കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് തന്നെ ശ്രീനിയും ധനലക്ഷ്മിയും എല്ലാം ഉണ്ട്. വരുണിന്റെ കൂടെ കൺമണി വരുന്നത് കണ്ട് അവർക്കെല്ലാം സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് രണ്ടമ്മായിമാരും കൂടി പുറത്തേക്ക് വരികയാണ്. എന്നാൽ സുലോചനയ്ക്ക് അത് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. തുറന്ന് ശാരദ ഇത് കണ്ട് പിന്നെ വരുണ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. വരുൺ തേങ്ങയാണ്, ചക്കിയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. എന്നാൽ അത് സുലോചനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുറന്ന് സുലോചന പേരിന്റെ ശാന്തിയെ മാറ്റി നിർത്തി അധികം അങ്ങോട്ട് നീ വരുണ അങ്ങനെ സൂചിപ്പിക്കേണ്ട, വരുൺ ഒരു ഉപകാരം ചെയ്തു എന്ന് സത്യം തന്നെയാണ് എന്ന് കരുതി വരുണ തലയിൽ എടുത്തു വെക്കേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസയുടെ വീട്ടിൽ മാനസയുടെ അച്ഛന് അടിച്ചു പിരിയുന്നൊരവസ്ഥയിലാണ്. വരുൺ കൺമണിയെ ജാമ്യത്തിലെടുത്ത് തന്നെയാണ് ഇവിടെ വിഷയം. മാനസയുടെ അച്ഛൻ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് മാനസയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ അച്ഛന്റെ പിന്നാലെ നടന്ന അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. തുടർന്ന് മാനസയോട് പിന്നെ അച്ഛൻ ദേഷ്യപ്പെടുകയാണ്. വരുൺ കൺമണിയെ ജാമ്യത്തിൽ ഇറക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാണ് വരുൺ കൺമണിയെ ജാമ്യത്തിൽ ഇറക്കിയത്? എന്നാൽ അത് കേട്ട് മാനസ കൺമണിയെ ജയിലിൽ കിടന്നുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. നമുക്ക് സാഗറിനെ കുറ്റക്കാരനാക്കണം, സാഗറിനെ കഴിവില്ലാത്തവനാക്കണം. അത് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനി കൺമണി ജയിലിൽ കിടന്നുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമ്മളിപ്പോൾ വരുണെ കൂടെ നിർത്തിയിരിക്കുന്നത് അലിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അലിയിൽ വരുൺ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് സാഗറിനെ അലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ വരുണെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ വരുണ് സന്തോഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊടുക്കേണ്ടേ? അതാണ് കൺമണി. ഇപ്പോൾ വരുണും ഹാപ്പിയാണ്. അച്ഛൻ നോക്കിക്കോ, ഇപ്പോൾ കൺമണിയുടെ വീട്ടിലുള്ളവർ എല്ലാവരും ഇപ്പോൾ വരുണെ വാഞ്ഞോളം പുകഴ്ത്തുന്നുണ്ടാകും. കൺമണി പോലും ഇപ്പോൾ കൃഷ്ണനെ മറന്ന് വരുണെ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ടാകും. എന്നാൽ അത് കേട്ട് ജയമോഹൻ ഉവ്വ നീ പറയുന്നതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. നീ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. സാഗർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനകട്ടും മേലെയാണ്. സാഗറിന് അങ്ങനെ ഒറ്റയടിക്ക് വീഴ്ത്താനൊന്നും സാധിക്കില്ല. എന്നാൽ അത് കേട്ട് മാനസികം ചിരിച്ചുകൊണ്ട് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ ചീള് കേസ്. നോക്കിക്കോ അച്ഛ, നമ്മളും വരുണും ചേർന്ന് സാഗറിനെ ആ കമ്പനിയിൽ നിന്ന് അലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അങ്ങനെ മാനസികനെ തള്ളിമറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീട്ടിൽ വരുണെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് വീടിനകത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കൺമണിയുടെ അമ്മായിമാരെ. കൺമണിയുടെ അമ്മായി ശാരദയും ധനലക്ഷ്മിയും തുറന്ന് കൺമണിയോട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ കൺമണിയും വരുണും അപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ചുറ്റും കൺമണിയുടെ രണ്ടമ്മായിമാരും ധനലക്ഷ്മിയും ശ്രീനിയും എല്ലാം ഉണ്ട്. തുറന്ന് വരുൺ ഇങ്ങനെ തള്ളിമറിക്കുകയാണ്. ജയിലുണ്ടായ കാര്യങ്ങളെല്ലാം കുറെ എരിവും പുളിയും ചേർത്ത് ഇങ്ങനെ തള്ളിമറിക്കുകയാണ്. താൻ വലിയൊരു മാസ് ഹീറോ എന്ന രീതിയിലാണ് വരുൺ സ്വയം അവതരിപ്പിക്കുന്നത്. ഞാൻ പോലീസുമായി വഴക്കടിച്ച് പോലീസിനോട് 100 ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ കൺമണിയെ പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവന്നതെന്നൊക്കെയാണ് തള്ളിമറിക്കുന്നത്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ശാരദയും വരുൺ ഇങ്ങനെ പോക്കി തലയിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വരുൺ ആരാണ്? ആ കൃഷി വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് വരുൺ സിമ്പിളായിട്ട് പുഷ്പം പോലെ നടത്തിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. പക്ഷെ കൺമണി ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. തുറന്ന് കൃഷ്ണ കണ്ട് യാതൊരു നാണവും ഇല്ലാതെ വരുൺ പിന്നെ കൃഷ്ണയോട് കൃഷി വന്നോ, ഒരു കാര്യം ചെയ്യ്, കൃഷ്ണ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറയുകയാണ് വരുൺ. പിന്നെ എന്തൊക്കെയുണ്ട് കൃഷ വിശേഷം? കൺമണിയെ ഞാനാണ് ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്. എന്നാൽ അത് കേട്ട് കൃഷി തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തനിക്ക് കൺമണിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിച്ചില്ലല്ലോ, അതിന്റെ ഒരു കുറ്റബോധം കൊണ്ട് വിഷമത്തോടു കൂടിയാണ് കൃഷി നിൽക്കുന്നത്. തുറന്ന് കൺമണി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ വരുണിനോട് നന്ദി പറയുകയാണ്. എന്തൊട്ടായാലും വരുണാണല്ലോ കൺമണിയെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്, അതിന്റെ ഒരു നന്ദി വരുണിനോട് പറയുകയാണ് കൃഷ്. തുറന്ന് കൃഷി കൺമണിയെ വിളിക്കുകയാണ്. കൺമണി വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ നീ എന്തിനാണ് കൺമണിയോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഇനി സ്റ്റേഷനിലുണ്ടായ കാര്യം നിനക്ക് കൺമണിയോട് ചോദിച്ചറിയണമല്ലേ? സ്റ്റേഷനിലെ എന്റെ മാസ് പ്രകടനം എന്താണെന്ന് നിനക്ക് കൺമണിയോട് ചോദിച്ചറിയണമല്ലേ? കൃഷ്ണ അത് കൺമണിയുടെ നാവിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞോളാൻ പറയുകയാണ്. അങ്ങനെ കൺമണിക്ക് കൃഷ്ണ സംസാരിക്കാൻ വരുൺ അനുമതി കൊടുക്കുകയാണ്. തുറന്ന് കൃഷ്ണ കൺമണിക്കൊപ്പം പുറത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് പുറത്തെത്തിയ ശേഷം കൃഷി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്, കുറ്റബോധം കൊണ്ടാണ് നിൽക്കുന്നത്. തുറന്ന് കൃഷി പിന്നെ കൺമണിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയുകയാണ്. നീ എന്താണ് ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് എനിക്കല്ല ക്ഷീണം, സാറിനാണ് ക്ഷീണം എന്ന് പറയുകയാണ്. ഞാൻ സ്റ്റേഷനിലായിരുന്നെങ്കിലോ സ്റ്റേഷൻ്റെ അകത്ത് ചുമരുണ്ടായിരുന്നു, മേൽക്കൂരയുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നുമില്ലാതെയല്ലേ സാറ് പുറത്തു നിന്നത്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് എനിക്ക് നിന്നെ പുറത്തിറക്കാൻ സാധിച്ചില്ല, പകരം വരുണാണ് അതിന് ഭാഗ്യം കിട്ടിയത്. ഇപ്പോൾ വരുൺ നിങ്ങൾക്ക് മുമ്പിൽ ഹീറോ ആയില്ല എന്ന് ചോദിക്കുകയാണ് കൺമണിയോട്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് എന്നെ അലട്ടുന്ന ഇതൊന്നുമല്ല സാർ, ആ ഫയൽ എങ്ങനെ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വന്നു, എൻ്റെ കിടക്കയുടെ അടിയിൽ എങ്ങനെയാണ് ആ ഫയൽ വന്നത്? എന്നാൽ അത് കേട്ട് കൃഷ് എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഉള്ള ഒരാൾ തന്നെയായിരിക്കും അതിനെ സഹായിച്ചിട്ടുണ്ടാവുക.
അലിയിൽ നിന്ന് ആ ഫയൽ എടുത്തിട്ടുണ്ടാവുക മാനസിയായിരിക്കും. മാനസ അത് വരുണ് കൈമാറി. വരുൺ എങ്ങനെയോ ആ ഫയൽ കൃത്യമായിട്ട് കൺമണിയുടെ മുറിയിൽ എത്തിച്ചു. അതിന് ഈ വീട്ടിൽ നിന്ന് ഒരാളുടെ സഹായം കിട്ടിയേ പറ്റൂ. കൺമണിയുടെ വീട്ടുകാരുടെ സഹായം കൂടാതെ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. മാനസികമായിട്ട് ഈ വീട്ടിൽ നിന്ന് അടുത്ത ബന്ധമുള്ളത് ധനലക്ഷ്മിക്കാണ്. ഒരു പക്ഷെ അവര് തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃഷ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമുക്കിപ്പോൾ ധനലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കാനും സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ധനലക്ഷ്മി ഒച്ചയും ബഹളം ഉണ്ടാക്കി പ്രശ്നം ഗുരുതരമാക്കുമെന്ന് പറയുകയാണ്. തുറന്ന് കൃഷി കൺമണി ആശ്വസിപ്പിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, അവരുടെ ടാർഗറ്റ് നീയല്ല, അവരുടെ ടാർഗറ്റ് എന്റെ അച്ഛനാണെന്ന് പറയുകയാണ്. എന്റെ അച്ഛൻ കഴിവില്ലാത്തവനാണെന്ന് അവർക്ക് തെളിയിക്കണം, അതിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഞാനൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അച്ഛനെയും എൻ്റെ കൺമണിയുമാണ് അവർ ഉപദ്രവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. ഇതിനുള്ള പണി ഞാൻ എന്തായാലും അവർക്ക് കൊടുത്തിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എന്നെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ നീ ഇതൊക്കെ അനുഭവിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണ ആശ്വസിപ്പിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ അനുഭവിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അലികയുടെ ഓഫീസിൽ ദേവ്ജിയും മഹിയും കൂടി സംസാരിക്കുന്നതാണ്. ഈ ഫയലിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് കൺമണിയുടെ മുറിയിൽ എത്തിയിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒരു സംശയം പറയുകയാണ്. ഇതിന്റെ പുറകിൽ ധനലക്ഷ്മി ആയിരിക്കുമെന്ന് പറയുകയാണ്. മാനസി ഓഫീസിൽ നിന്ന് ഫയൽ എടുത്തിട്ട് വരുണ് കൊടുത്തു കാണും. വരുണായിരിക്കും അത് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. സാഗറിനെ ഒരു കള്ളനാക്കി കഴിവില്ലാത്തവനാക്കണം, അതിനുവേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസിയും ജയമോഹനും കൂടി വരികയാണ്. രണ്ടുപേരും വന്ന് ദേവ്ജിയോടും മഹിയോടും സാഗറിനെ കുറിച്ച് തിരക്കുകയാണ്. സാഗർ എന്താണ് വരാത്തത് നല്ല ഗൗരവത്തിൽ ചോദിക്കുകയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ ദേവ്ജിയോട് കൺമണിയെ കുറിച്ച് ചോദിക്കുകയാണ്. കൺമണിയെ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല ദേവ്ജി, കൺമണി നമ്മളെ ചതിച്ചിരിക്കുകയാണ്, അവളൊരു കള്ളിയാണ്, അവൾ എന്തിനാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഫയൽ കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് മഹിക്കെല്ലാം നല്ല ദേഷ്യം വരികയാണ്. മാനസിയും കൂടിയുണ്ട്. മാനസിയും കൺമണിയും ഇങ്ങനെ കള്ളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുടർന്ന് ജയമോഹനും മാനസിയും സാഗറിനോട് കൺമണിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ ഫയലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നല്ല ഗൗരവത്തിലാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ഗൗരവത്തിൽ ജയമോഹനോടും മാനസിയോടും ഇതിന്റെ പുറകിൽ കളിച്ചവരെ അധികം വൈകാതെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ പിന്നെ ഒരു ഒഴുക്കം മട്ടിൽ അത് സാഗർ കണ്ടെത്തുകയോ കണ്ടെത്താതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യേ, അതല്ല ഇവിടുത്തെ വിഷയം. താൻ കാരണം അലികയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്, അത് താൻ വീട്ടണം. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ഗൗരവത്തിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ജയമോഹൻ തൻ്റെ കയ്യിലുള്ള അവസാന അമ്പും എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. തൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, ഒരു ഒത്തുതീർപ്പ് ഫോർമുല തൻ്റെ മനസ്സിലുണ്ട്. അലികയ്ക്ക് വന്ന നഷ്ടം ഞാൻ ഒറ്റയ്ക്ക് നികത്തിക്കൊള്ളാം, അതിനുള്ള ഫണ്ട് എൻ്റെ കൈവശമുണ്ട്. പക്ഷെ താനൊരു കാര്യം ചെയ്യണം, സാഗർ അലികയിലുള്ള എല്ലാ ഷെയറും എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതണം, അലിയിൽ നിന്ന് സാഗർ ഒഴിഞ്ഞു പോകണം. എന്നാൽ അത് കേട്ട് സാഗറും ദേവ്ജിയും മഹിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗറിനും ദേവ്ജിക്കും ഇവരുടെ പ്ലാൻ മനസ്സിലാവുകയാണ്. തുടർന്ന് സാഗർ നല്ല ഗൗരവത്തിൽ മാറി നിന്ന് ചിരിക്കുകയാണ്. തുടർന്ന് ജയമോഹൻ സാഗറിന്റെ അടുത്ത് പോയിട്ട് എന്താണ് സാഗർ ഒരു മറുപടി ഇല്ലാത്തത്, ഞാൻ പറഞ്ഞു കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സാഗർ ജയമോഹന്റെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മാറി നിൽക്കടാ, നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. കണ്ടില്ലേ ദേവ്ജി, ഇവരുടെ മനസ്സിലെ പ്ലാൻ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഫയൽ എങ്ങനെയാണ് കൺമണിയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന് ഇപ്പോൾ ദേവ്ജിക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. ഇവർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്, ഇവിടെയുള്ള ഫയൽസ് ഇവർ തന്നെയായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് തന്നെ ഒരു കഴിവില്ലാത്തവനായി ചിത്രീകരിച്ച ഈ കമ്പനി തട്ടിയെടുക്കുക. കൊള്ളാം, നിങ്ങളുടെ പ്ലാൻ എന്തായാലും സൂപ്പർ ആയിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ജയമോഹൻ. അച്ഛനും മോളും മനസ്സിലൊന്ന് കരുതിക്കോ, പൊള്ളിയത് സാഗറിന്റെ മനസ്സാണെങ്കിൽ നിങ്ങൾ അതിനെ അനുഭവിച്ചിരിക്കും. എന്നാൽ അത് കേട്ട് ജയമോഹൻ ആകെ പതറി നിൽക്കുകയാണ്. തന്റെ നാവിൽ നിന്ന് അറിയാതെ വന്ന തന്റെ മനസ്സിലിരിപ്പ് സാഗർ മനസ്സിലാക്കിയിരിക്കുകയാണ്. തുടർന്ന് ജയമോഹൻ വീണ്ടും സാഗറിനോട് താൻ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കതൊരു വിഷയമല്ല. ആ ഫയൽ എടുത്തത് ഞാനും എൻ്റെ മകളുമാണെന്ന് താൻ വാദിച്ചോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആലികയ്ക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്, അത് താൻ നികത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പഞ്ച് ഡയലോഗും പഠിച്ചുകൊണ്ട് ജയമോഹനും മാനസിയും അവിടുന്ന് പോവുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും പോയ ശേഷം ദേവ്ജി പിന്നെ സാഗറിനോട് കണ്ടില്ലേ സാഗർ, ആ ജയമോഹൻ ഇപ്പോൾ വളരെ ഷാർപ്പാണ്, വല്ലാത്തൊരു ആത്മവിശ്വാസം അയാൾക്ക് കിട്ടിയിരിക്കുകയാണ്. എന്നുള്ളത് കേട്ട് സാഗർ പിന്നെ ദേവ്ജിയോട് അത് ഇപ്പോഴും ദേവ്ജിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. കമ്പനിയുടെ ഭൂരിഭാഗം ഷെയറും ഇപ്പോൾ ജയമോഹന്റെ കയ്യിലേക്ക് എൻ്റെ ചേച്ചിയമ്മ കൊടുത്തിരിക്കുകയാണ്, അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അയാൾ. എന്നാൽ അത് കേട്ട് ദേവ്ജി ഓ ഐ സി, ഞാനത് മറന്നുപോയി. തുറന്ന് കാണിക്കുന്ന ആൻറ്റിയമ്മയാണ്. ആൻറ്റിയമ്മ കൺമണിയെ ഫോൺ വിളിക്കുകയാണ്. വളരെ രഹസ്യമായിട്ട് ലിവിംഗ് റൂമിന്റെ നടുക്ക് നിന്ന് കൺമണിയെ ഫോൺ വിളിക്കുകയാണ്. തുടർന്ന് ആൻറ്റിയമ്മ കൺമണിയോട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. മോളെ, എനിക്ക് ഓർത്തിട്ടൊരു സമാധാനവുമില്ല, സാഗറിന്റെ കാര്യം ഓരോ ദിവസം കഴിയും തോറും വഷളായി വരികയാണ്.
എല്ലാത്തിനും കാരണം ഞാനാണ്. ഞാൻ അങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ടാണ് മാനസിയുടെ ആ വൃത്തികെട്ട അച്ഛനും ചേർന്ന് അരികിൽ ഇപ്പോൾ വലിയ ആളായിട്ട് സാഗറിനെ ഒരു കള്ളനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ അറിയാതെ സത്യം വിളിച്ചു പറയും. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പോലും കാണാതെ അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. ആന്റിയമ്മ ഫോണിലൂടെ സംസാരിക്കുന്നത് സുജാത മാറി നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണി പിന്നെ ആന്റിയമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ആന്റിയമ്മ ഇങ്ങനെ തകർന്നു പോകരുത്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ കരഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ സഹിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല കൺമണി. ഈ സത്യങ്ങളെല്ലാം എനിക്ക് ഇവരോട് പറയണമെന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ അനിയൻകുട്ടനെയോ കുടുംബത്തെയോ ചതിച്ചിട്ടില്ല എന്ന് എനിക്ക് ഇവരോട് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല കൺമണി. ഏത് നശിച്ച നേരത്താണവോ അന്ന് ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായത്. എല്ലാത്തിനും കാരണം ആ നശിച്ച ദിവസമാണ്. ഞാൻ കാരണമാണ് ആ വൃത്തികെട്ട മാനസിയുടെ അച്ഛനും ഞങ്ങളെ ഇപ്പോൾ ട്രാപ്പിലാക്കിയിരിക്കുന്ന അനിയൻകുട്ടനെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ആന്റിയമ്മയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. ആന്റിയമ്മ ധൈര്യത്തിലിരിക്കെ ആന്റിയമ്മ അറിയാതെ പോലും ആ വലിയ രഹസ്യം ആരോടും പറയരുതെന്ന് പറയുകയാണ്. അതെങ്ങാനും കൃഷ്ണ സാഗരങ്ങളോ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ഒരു പക്ഷേ മാനസിയുടെ അച്ഛനെയും അവർ രണ്ടുപേരും പിന്നെ വെച്ചേക്കില്ല, പച്ചയ്ക്ക് കത്തിച്ചു കളയും. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആന്റിയമ്മയുടെ മനസ്സിലുള്ള ആ വലിയ രഹസ്യമായി തന്നെ ഇരിക്കണമെന്ന് പറയുകയാണ്. ഒരു ദിവസം എല്ലാവരും സത്യം അറിയുന്ന ഒരു ദിവസം വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ആന്റിയമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ ഫോൺ വെച്ച ശേഷം ചുറ്റുപാട് നോക്കുകയാണ്, ആരെങ്കിലും കേട്ടോ എന്ന്. ഇത് ചെയ്തുകൊണ്ട് ആന്റിയമ്മ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സുജാതയ്ക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിയില്ല. ആന്റിയമ്മ പറഞ്ഞ കാര്യം മാത്രമേ സുജാത കേട്ടിട്ടുള്ളൂ. തുറന്ന് കാണിക്കുന്ന കൃഷും ദേവ്ജിയുമാണ് രണ്ടുപേരും സംസാരിക്കുന്ന. കൺമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ 4ാമത്തെ തവണയാണ് രണ്ടുപേരും ഇതേ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് നിനക്കത് ഇതുവരെയായിട്ട് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ്. ആ വരുൺ കൺമണിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നപ്പോഴേ അവരുടെ ആ കള്ളക്കഥ പൊളിഞ്ഞിരിക്കുകയാണ്. അവരുടെ നാടകം പുറത്തു വന്നിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്നുള്ള ഒരു കളിയാണ്. സാഗറിനെ കുറ്റപ്പെടുത്തി സാഗറിനെ ഒരു കഴിവില്ലാത്തവനായി ചിത്രീകരിച്ച് കമ്പനിയുടെ ഷെയർ അടിച്ചു മാറ്റുക, അലികയിൽ നിന്ന് സാഗറിനെ പുറത്താക്കി അലിക സ്വന്തമാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന കൃഷി പിന്നെ ദേവ്ജിയോട് ഇത് ആരുടെ നാവിൽ നിന്നാണ് ഞാൻ ഈ സത്യം അറിയുക? അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 2 പൊട്ടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് കൈ തരിച്ചിട്ട് പാടില്ല ദേവ്ജി. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണനെ സമാധാനിപ്പിക്കുകയാണ്. നീ ഒന്ന് സമാധാനിക്കുക, എല്ലാത്തിനും അതിൻ്റെതായ സമയം വരും കൃഷി. അതിനുശേഷം കാണിക്കുന്ന സാഗറാണ്. സാഗർ കൺമണിയുടെ വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ പുറപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ ഞാനും അച്ഛനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാഗറെ ഇപ്പോൾ വേണ്ട, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് കൃപ പിന്നെ അച്ഛനോട് അവിടെ ധനലക്ഷ്മിയുണ്ട്, ധനലക്ഷ്മിയുടെ നാവിൽ നിന്ന് നല്ലതൊന്നും കേൾക്കാൻ സാധ്യതയില്ല എന്നൊരു മുന്നറിയിപ്പ് സാഗറിന് കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ കൃപയോട് നല്ലത് സംഭവിച്ചാലും ധനലക്ഷ്മിയുടെ നാവിൽ നിന്ന് നല്ലത് കേൾക്കാറില്ല, അതുകൊണ്ട് ധനലക്ഷ്മിയിൽ നിന്ന് ഞാൻ നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ ആ സത്യം കൃപയെ അറിയിക്കുകയാണ്. ജയമോഹൻ കൺമണിയെ ടാർഗറ്റ് ചെയ്തെങ്കിലും അവരുടെ ലക്ഷ്യം കൺമണിയല്ല, അവരുടെ ലക്ഷ്യം നമ്മളാണ്, ഞാനാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മയും സുജാതയും കൂടി വരികയാണ്. സുജാത പിന്നെ സാഗറിനോട് ഞാനും സാഗറിന്റെ കൂടെ കൺമണിയെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയുകയാണ്. കൺമണിയുടെ നാവിൽ നിന്ന് ആന്റിയമ്മയോട് സംസാരിച്ച കാര്യം എന്താണെന്ന് സുജാതയ്ക്ക് അറിയണം. കൺമണി മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വലിയ രഹസ്യം എന്താണെന്ന് സുജാതയ്ക്ക് അറിയണം. അതിനുവേണ്ടിയാണ് കൺമണിയെ കാണാൻ സുജാത ഇറങ്ങുന്നത്. തുറന്ന് സുജാത സാഗറിന്റെ കൂടെ പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ ആന്റിയമ്മ മാനസിയെ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് കുത്തിക്കൊണ്ടാണ് ആന്റിയമ്മയോട് കൃപ ചോദിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും മാനസ വിളിച്ചാൽ മാനസിയോട് ചോദിക്കണം, എന്തിനാണ് ആ പാവം കൺമണിക്ക് നേരെ ഇങ്ങനെ ഓരോ തോന്നിവാസം കാണിക്കുന്നതെന്ന് ചോദിക്കണം. എന്തിനാണ് ആ പാവം കൺമണിയെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് ചോദിക്കണം. തുറന്നു കാണിക്കുന്ന കൺമണിയുടെ 2 അമ്മായിമാരും വിനയനെ കാണാൻ പോയിരിക്കുകയാണ്. ശാരദയാണ് വിനയന്റെ കൂടാകത്ത്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് നിന്ന് സുലോചന ശാരദയും വിനയനും അകത്ത് സംസാരിക്കുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. അങ്ങനെ വിനയൻ തങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് സുലോചന തിരിച്ചറിയുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.